ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ വർഷം ഫുട്ബോൾ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സമ്പാദിച്ച താരം ആരാണ്? അതിൻ്റെ വ്യക്തമായ കണക്കു വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്പോർട്ടിക്കോ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. വീണ്ടും ഒന്നാം സ്ഥാനം സ്വന്തമാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ക്രിസ്ത്യാനോ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ആകെ 260 മില്യൺ US$ കഴിഞ്ഞ വർഷം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ 200 മില്യൺ ഡോളർ അദ്ദേഹത്തിൻ്റെ സാലറിയാണ്. ബാക്കി വരുന്ന 60 മില്യൺ ഡോളർ അദ്ദേഹം മറ്റു മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണ്. അങ്ങനെയാണ് 260 മില്യൺ ഡോളർ അദ്ദേഹത്തിൻ്റെ വരുമാനമായിക്കൊണ്ട് വരുന്നത്. ഫുട്ബോൾ ലോകത്ത് മാത്രമല്ല, കായിക ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പാദ്യം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ഒരു താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ഇനി രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ് വരുന്നത്. മെസ്സിക്ക് കഴിഞ്ഞ വർഷം നേടാൻ കഴിഞ്ഞത് 130 മില്യൺ US$ അതായത് സാലറി ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചത് 60 മില്യൺ ഡോളറാണ്. മറ്റു വരുമാന മാർഗങ്ങളിൽ നിന്നും ലഭിച്ചത് 70 മില്യൺ ഡോളറാണ്. അങ്ങനെയാണ് 130 മില്യൺ ഡോളർ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് കരീം ബെൻസിമയാണ്. അദ്ദേഹത്തിന് സാലറി ആയിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് 110 മില്യൺ ആണ്. 5 മില്യൺ ആണ് മറ്റു മാർഗങ്ങളിലൂടെ അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത്. അങ്ങനെ ആകെ 115 മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു സമ്പാദ്യമായിക്കൊണ്ട് വരുന്നത്. നാലാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ വരുന്നു. അദ്ദേഹത്തിൻ്റെ സാലറി 70 മില്യൺ ആണ്. കൂടാതെ 25 മില്യൺ അദ്ദേഹം മറ്റു മാർഗങ്ങളിലൂടെ സമ്പാദിച്ചു. അങ്ങനെ 95 മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ആകെ വരുമാനം വരുന്നത്. അതിനുശേഷം അഞ്ചാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് വരുന്നു. സാലറി 51.9 മില്യൺ. അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ 26 മില്യൺ സമ്പാദിച്ചു. അങ്ങനെ 77.9 മില്യൺ ഡോളർ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ ജൂനിയർ ആറാം സ്ഥാനത്തേക്ക് ഇപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സാലറി ഇപ്പോൾ 40 മില്യൺ ഡോളർ മാത്രമാണ്. മറ്റു മാർഗങ്ങളിലൂടെ 20 മില്യൺ ഡോളർ അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 60 മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആകെ വരുമാനമായിക്കൊണ്ട് വരുന്നത്. ബ്രസീലിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ വലിയ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഏഴാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ ആണ് വരുന്നത്. 40 മില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാലറി വരുന്നത്. 18 മില്യൺ ഡോളർ മറ്റു മാർഗങ്ങളിലൂടെ അദ്ദേഹം സമ്പാദിച്ചു. അങ്ങനെ 58 മില്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ആധിപത്യം തുടരുകയാണ്. മറ്റുള്ളവരെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കുതിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.